ചേച്ചി പറ, ചേച്ചിക്ക് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ കണ്ടിന്യൂഷൻ. ചേച്ചി കണ്ടല്ലേ ലൈറ്റ് ലിറ്റിൽ ഹാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആരായിരുന്നു? എന്റെ ഹസ്ബൻഡ്. മറ്റേ ആള് ചേച്ചി ഒന്ന് പറയട്ടെ. അതിന്റെ ആളാണ്. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു ഭൂമി ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത്. ഇനി ഇവിടെ ഞാൻ മതി. ഷെയ്ൻ നിഗത്തിന്റെ ആവർത്തിച്ചുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ, ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട പാകത കാണിക്കാതെ ഞാൻ സുഡാപ്പിയാണ് എന്ന ധ്വനിപ്പ് പകരുന്ന രീതിയിൽ, അതും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് വാസ്തവത്തിൽ. സുഡാപ്പിയാണെന്ന് പറയുകയല്ല, തലയിലെ കെട്ട് കണ്ടുകൊണ്ട് സുഡാപ്പിയാണെന്ന് നിങ്ങൾ പറയുമെന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്ത രീതിയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അവിടെയും അബദ്ധം പറ്റിപ്പോയി. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് പിന്നീട് സംഭവിച്ച ഈ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഗാസയിലെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ സുഡാപ്പികളുടെ പ്രിയം നേടിക്കഴിഞ്ഞാൽ തന്റെ കച്ചവടം കൃത്യമായിട്ട് കൊഴുത്തു പോകുമെന്ന് പറയുന്ന ഒരു വിചാരത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിന്റെ പുറത്താണ് അദ്ദേഹം അതൊക്കെ ചെയ്തത്. അല്ലാതെ കൃത്യമായി രാഷ്ട്രീയ ബുദ്ധിയോ സാമൂഹ്യ ബോധമോ ഒന്നും അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. സാധാരണ നടൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്താ പ്രത്യേകതകളുള്ളത്? ഒന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ബോധമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള ഒരു പൗരബുദ്ധിയോ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല ഷെയ്ൻ നിഗം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അങ്ങനെയുള്ളതല്ല, അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടും അങ്ങനെയുള്ളതല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അബദ്ധം പറ്റി അതിനകത്തും. പക്ഷേ ഈ ഫലസ്തീൻ്റെ കാര്യങ്ങളിലൊക്കെ ഇതുപോലെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഈ പറയുന്ന മറ്റൊരു സമൂഹം, അവിടുത്തെ ന്യൂനപക്ഷം ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇവർക്ക് മറ്റൊരു തരത്തിലുള്ള ആലോചന അല്ലെങ്കിൽ ഒരു പ്രതികരണം? മനുഷ്യരാണല്ലോ എല്ലാം. അപ്പം മതം നോക്കിയിട്ടല്ല ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. അത് ഷെയ്ൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ പോരായ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോട് ചേരുമ്പോൾ ഷെയ്നെതിരെ ഒരു വികാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആലോചിക്കേണ്ടത് 7 മാസങ്ങൾക്കപ്പുറം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ സമാജം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട്, ഉണ്ണി മുകുന്ദന് വലിയൊരു ഫാൻ ബേസ് ഒന്നും ഇല്ല എന്നും അദ്ദേഹം ഒരു സംഖ്യയാണെന്നും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആളുകളില്ല എന്നുമൊക്കെയുള്ള ഒരു ധാരണയിൽ ഒരു തിണ്ണമിടുക്ക് കാണിച്ചതാണ് ഷെയ്ൻ നിഗം അന്ന്. രണ്ടാമത്തേത് ഈ പറയുന്ന അപകർഷത ഉള്ളിൽ കടന്നു. ആ സ്റ്റുഡിയോ റൂമിനകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പറ്റിപ്പോയിട്ടുള്ള ചിന്താവ്യതിയാനം കൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം പുള്ളി പറ്റിയത്. ഊംഫി എന്നൊക്കെ പറഞ്ഞത് അത് മുഴുവനായിട്ട് അതിന് പുറകോട്ടൊരു 10 മിനിറ്റ് മുതൽ അദ്ദേഹം ഈ പറയുന്ന പ്രസ്താവനയിലേക്ക് എത്തുന്ന നിമിഷം വരെ ഉള്ള അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പതർച്ചയാണ്, കിളി പോയതുപോലെ. അവിടെ മുതലാണ് അത് അങ്ങ് സംഭവിച്ചു പോയതാണ് ആ ഊംഫി എന്നുള്ള പ്രയോഗം. അത് ഉള്ളിലെ കയ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉള്ളിൽ അടിസ്ഥാനമായിട്ട് ഉള്ളിൽ ആ ഒരു കയ്പ് കിടപ്പുണ്ട്. അതിനെ വളർത്തുന്ന രീതിയിലേക്ക് ഉള്ള സാഹചര്യം അവിടെ ഒരുങ്ങിക്കിട്ടി ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ. അതുകൊണ്ടാണത് സംഭവിച്ചത്. അത്രയേ ഉള്ളൂ. പിന്നീട് പറഞ്ഞതെല്ലാം അദ്ദേഹം ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഉണ്ണി മുകുന്ദൻ വളരുന്നു. ഉണ്ണി മുകുന്ദനെ വാഴ്ത്താൻ ആളുകളുണ്ടാവുന്നു. ഉണ്ണി മുകുന്ദന് 4ഓളം ഭാഷ ഒറ്റ നാവ് കൊണ്ട് പറയാൻ കഴിയുന്ന ഭീകരനാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മറ്റൊരു നിലയിൽ ആദരവ് പോകുന്നു. അഭിനയത്തിന് പുറമെ ഭാഷാപരമായിട്ട് 4ഓളം ഭാഷ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നാവ് ഉണ്ണി മുകുന്ദൻ്റെ വായ്ക്കുള്ളിലുണ്ട് എന്ന് പറയുന്ന മതിപ്പോടുകൂടി മലയാളികൾ അദ്ദേഹത്തെ വാഴ്ത്താൻ തുടങ്ങി. ഇപ്പോൾ വാഴ്ത്തുന്ന മിക്കവരും അദ്ദേഹത്തെ സമാജം സ്റ്റാർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവരാണ്. എന്തായാലും സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തെ ഇത്രമാത്രം വലിയ നിലയിൽ ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഒട്ടുക്ക് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടാകുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ താരപദവി ലഭ്യമാകുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ താരപ്പകിട്ട് ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആഘോഷം മാർക്കോയിലൂടെ അദ്ദേഹം നേടിയെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഷെയ്ൻ നിഗം ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് ചമ്മിയിട്ടുണ്ടാവും, ഒന്ന് കിടുങ്ങിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ, ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തിട്ടമില്ലാതെ പോയി. എന്തായാലും ആ മനുഷ്യൻ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ഇതിന്റെ വിപണി തരപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുന്നിൽ കൈകൂപ്പി യാചിക്കുന്നത് കണ്ടപ്പോൾ അതൊരു അതിജീവനത്തിനുള്ള തത്രപ്പാട് തന്നെയാണ്. അതിനെ അങ്ങനെ തന്നെയാണ് പോകാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഊംഫി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നീ അങ്ങോട്ട് തോറ്റുപോകേണ്ടവനാടാ എന്ന് ആരോടും പറയരുത്. ഒരു സിനിമയെ അങ്ങനെയൊന്നും അല്ല അളക്കേണ്ടത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ അക്കാര്യങ്ങളിൽ തെറ്റുപറ്റുന്നുണ്ട്. ആ തെറ്റു പറ്റിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുഡാപ്പികൾ തന്നെയാണ്. കാരണം അവരാണ് ഈ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കിയത്. അവർ തന്നെയാണ് ഒരുക്കിയത്. അല്ലാതെ ഇവിടെ ഈ പറയുന്ന സംഖ്യകൾ ആരും പോയിട്ട് ഇങ്ങനെ സിനിമയെ ഇഴകീറി പരിശോധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് വന്ന കുറച്ച് കഞ്ചൻ ടീമുകളുണ്ട്. സിനിമകളിലേക്ക് വന്ന കുറച്ച് ഒരു പ്രത്യേക സമൂഹത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന, കൃത്യമായിട്ട്
രാഷ്ട്രീയവും മതവും കൃത്യമായി സിനിമകളിലൂടെ കലർത്തിക്കൊണ്ടുവന്ന, പണ്ട് കാലത്തുള്ള വില്ലൻ നടന്മാർക്ക് മുസ്ലിം നാമം കൊടുത്തത് ആ കാലത്തുണ്ടായിരുന്ന പല സവർണ സംവിധായകരുടെയും ദുഷ്ടകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, പുതിയ തലമുറ. അങ്ങനെ വിഷം കലക്കിക്കൊണ്ട് ജീവിക്കുന്ന, പ്രതിഭയില്ല, സർഗാത്മകതയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അറിയാവുന്നത് നന്നായി മറ്റുള്ളവർ പകർത്തിയ വൈദേശിക സിനിമകളെ അതേപോലെ, അതായത് സീൻ ബൈ സീൻ എന്ന് പറയുന്ന നിലയിൽ പകർത്താൻ കഴിയുന്ന, നന്നായി കോപ്പി അടിക്കാൻ കഴിയുന്ന. പ്രിയദർശനൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഉപയോഗിച്ച് കോപ്പി അടിച്ചിട്ടുള്ളത്. പല സിനിമ, ഇപ്പോൾ താളവട്ടം എന്ന് പറയുന്ന സിനിമ, അത് പ്രിയദർശൻ എവിടെ നിന്നാണ് എടുത്തതെന്നൊന്ന് ആലോചിക്കണം. ആ സിനിമയൊന്ന് കാണണം. ആ ആംഗലേയ സിനിമയും നമ്മുടെ മലയാളത്തിലെ താളവട്ടവും കൂടി ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം വ്യത്യാസമാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂലകഥ എന്ന് പറയാവുന്നത് നമുക്ക് എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് പ്രിയദർശൻ. ബാക്കി മുഴുവൻ നമ്മളുടെ ഭൂമികയ്ക്ക് പറ്റുന്ന രീതിയിൽ കേരളത്തിലേക്ക് അതിനെ പറിച്ചു നട്ടപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ആവാം. പക്ഷെ നമ്മുടെ ബിഗ് ബി ഒക്കെ പോലുള്ള സിനിമകൾ നോക്കൂ, വരത്തൻ നോക്കൂ. ഞാൻ ഒരാളുടെ മാത്രമല്ല പറയുന്നത്, ഇതിൻ്റെ തുടക്കമിട്ട ചാപ്പാക്കുരിശ്, ഇതിൻ്റെയൊക്കെ എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്ന ആ സിനിമകളൂടെ ഒന്ന് കണ്ടു നോക്കൂ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭാഷയിലല്ലാതെ, നടന്മാരിലല്ലാതെ. ഒരു പരിധിവരെ ക്യാമറയുടെ ആംഗിളുകൾ പോലും സമാസമം. അവർക്ക് വിൽക്കാൻ സർഗാത്മകതയില്ല, പ്രതിഭയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ദുഷ്ടബുദ്ധിയോടുകൂടി മതം പറഞ്ഞു. ആ സംഘടിത ശക്തരായിട്ടുള്ള ആ മതസമൂഹത്തെ അവർക്ക് വേണ്ടി, അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതുതന്നെയാണ് നമ്മുടെ ഇദ്ദേഹവും ചെയ്തിട്ടുള്ളത്, ഷെയ്നും. അതൊരു കുബുദ്ധിയാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും കണക്കാക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ തിരിച്ചറിവാണ്. ഇങ്ങനെ മാറിയിരുന്ന് നമുക്ക് പറ്റുന്ന, നമ്മളിലേക്ക് നോക്കി കാണുമ്പോൾ തിരിച്ചറിയുന്ന കാര്യങ്ങളാകട്ടോ. മറ്റൊരു ഓളത്തിൻ്റെ പുറകെ ആൾക്കൂട്ടം പറയുന്നത് കേട്ട് ഏറ്റു പറയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലാഭകരമാണ് കച്ചവടം. ഇപ്പോൾ ഷെയ്നെതിരെ ഞാൻ സംസാരിക്കുകയാണ്, പരിപൂർണമായിട്ട് ഞാൻ ഷെയ്നെതിരെ സംസാരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കാഴ്ചകൾ കൂടുമെന്ന് നന്നായിട്ടറിയാം. പക്ഷെ അങ്ങനല്ല പറയേണ്ടത്, കാരണം അതല്ല സത്യം. ഷെയ്ൻ പെട്ടുപോയതാണ്. ആ ഊംഫി എന്ന് പറഞ്ഞത് അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള പരിഹാസമാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. അതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ആ സാഹചര്യം ഒരുക്കി കൊടുത്തത്, ഉള്ളിലുള്ളതാണ് പുറത്ത് വന്നതെന്നുള്ളത് സത്യം. അത് ഞാൻ പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ പുറത്തേക്ക് വിടുന്നതാണ് തെറ്റായി പോകുന്നത്, അല്ലേ? അപ്പം മുതലാണ് ആളുകൾക്ക് അളക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മുടെ ആലോചനയോ നമ്മുടെ ബുദ്ധിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ആർക്കും അറിയില്ല. നമ്മളുടെ പ്രവൃത്തിയായിട്ടോ സംസാരമായിട്ടോ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ചിന്തകൾക്ക് മറ്റുള്ളവർക്ക് വിധിക്കാൻ കഴിയുന്ന ഒരു അവസരം വരുന്നത്. അതപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ൻ ചെയ്തത്, ആ ഊംഫി എന്ന് പറയുന്ന പ്രയോഗം, അത് കൂടെ ഇരുന്നവർ അതിനെ കൈകാര്യം ചെയ്ത വിധം, മഹിമ നമ്പ്യാർ പോലും അത്, അല്ലെങ്കിൽ ആ അവതാരികയെ ഞാൻ പറയുന്നില്ല, അവരെ എഴുതിത്തള്ളുന്നു. മഹിമ നമ്പ്യാരോ കുറച്ചുകൂടി മാന്യമായിട്ട് അതിനോട് പ്രതികരിച്ചത് എനിക്ക് തോന്നുന്നു. മുഖഭാവം കൊണ്ടെങ്കിലും ആ രശ്മി സുവി എന്ന് പറയുന്ന ആ വ്യക്തിയാണ്. അത് തീർച്ചയായിട്ടും അവർ ബഹുമാനം അർഹിക്കുന്ന ഒരാളാണ്. ബാക്കി ആരും, ബാബുരാജാവട്ടെ ഷെയ്നാവട്ടെ, ഷെയ്നെ പിന്നെ പറഞ്ഞിട്ട് ഷെയ്നാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. ബാക്കി രണ്ടുപേരും, മഹിമയായാലും ബാബുരാജായാലും അതിനെ കൈകാര്യം ചെയ്ത രീതി നല്ലതല്ല. അപ്പോൾ തന്നെ എതിർക്കപ്പെടണം, അല്ലെങ്കിൽ എതിർക്കണമായിരുന്നു. അവിടെ വെച്ച് തന്നെ അങ്ങനെ പറയരുത്, അത് തെറ്റായി പോയി എന്ന് പറയണമായിരുന്നു. അത് ആരും പറഞ്ഞില്ല. സമൂഹം ഇപ്പോൾ അത് പറയുന്നതിനകത്ത് അർത്ഥവുമില്ല, കാരണം അത് കഴിഞ്ഞുപോയി. ആ സാഹചര്യം തീർച്ചയായിട്ടും അത് ഷെയ്ൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിശകാണ്, പിഴവാണ്. അങ്ങനെയുള്ളൂ, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഈ മദ്രാസുകാരൻ എന്ന് പറയുന്ന ആ സിനിമ അത് നല്ലതാണെങ്കിൽ അത് വിജയിക്കട്ടെ. പ്രത്യേകിച്ച് അതിനകത്ത് നടന് പങ്കൊന്നുമില്ല, അദ്ദേഹം അഭിനയ തൊഴിലാളിയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം നല്ലതാണെങ്കിൽ അദ്ദേഹം അംഗീകരിക്കപ്പെടട്ടെ. എന്തിനാണ് ഇതിനകത്ത് ജാതി, മതം, രാഷ്ട്രീയം, ഒന്നും പ്രാദേശികത, ഇതൊന്നും കലർത്തേണ്ട ആവശ്യങ്ങളില്ല. അങ്ങനെ സിനിമയെ സമീപിക്കുകയും ചെയ്യരുത്. പക്ഷെ അത്തരം സാഹചര്യം ഒരുക്കിയത് സുഡാപ്പികളാണ്. ആക്ച്വലി ഉണ്ണി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. കാരണം ഒരിക്കലും ഉണ്ണി റിയൽ ലൈഫിൽ ആൾക്കാരുടെ മുന്നിലുള്ള ഒരു ഉണ്ണിയല്ല. ശരിക്കും ഉണ്ണീനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഉണ്ണിയോടുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോകും. കാരണം എൻ്റെ ഫാമിലി തന്നെ ഉണ്ണി മൂന്തൻ എന്ന് പറയുമ്പോൾ വേറൊരു മൈൻഡിലാണ് കണ്ടിരുന്നത്. ഇന്നവരെല്ലാവരും ഉണ്ണിയുടെ ഫാൻസാണ്. ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പലർക്കും. ആക്ച്വലി അല്ലെങ്കിൽ ഞാനൊരിക്കലും ഉണ്ണീനെ പോലത്തെ ഒരാളായിട്ട് ജെല്ലാവില്ല. ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പലർക്കും. ആക്ച്വലി അല്ലെങ്കിൽ ഞാനൊരിക്കലും ഉണ്ണീനെ പോലത്തെ ഒരാളായിട്ട് ജെല്ലാവില്ല.